ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു പരിപ്പ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് പരിപ്പ് കറി തയ്യാറാക്കാം. ഞാൻ 200 ഗ്രാം പരിപ്പെടുത്ത് നല്ല ക്ലീൻ ആക്കി കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാളയാണ്. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളിയും അതുപോലെ തന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് രണ്ടായിട്ട് പൊളന്ന് വെച്ചിട്ടുണ്ട്. ചുവന്നുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കുറച്ച് കരിവേപ്പിലയും അതുപോലെ കുറച്ച് വറ്റൽമുളകും കൂടെ നമുക്കിവിടെ തയ്യാറാക്കി വെക്കാം. ഇനി നമുക്ക് ഈ പരിപ്പിനകത്തേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കണം. സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്, തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 200 ഗ്രാം പരിപ്പിന് 1 കപ്പിൽ 2 കപ്പ് വെള്ളമാണ് നമ്മളിവിടെ ചേർക്കേണ്ടത്. അതായത് 200 ഗ്രാം പരിപ്പ് 1 കപ്പാണെങ്കിൽ 2 കപ്പ് വെള്ളം നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കറിൽ 2 വിസിലാണ് ഞാൻ കേൾപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ 2 വിസിൽ കേട്ട് കഴിഞ്ഞാൽ ഉടനെ നമുക്കതിൻ്റെ ആവിയൊക്കെ കളഞ്ഞ് അത് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് കുക്കറിലിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഓരോ പരിപ്പിൻ്റെയും വേവ് വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് ഒരുപാട് വേകാതെ നോക്കാം. അപ്പോൾ കൃത്യമായിട്ട് 2 വിസിലിന് പരിപ്പ് ഇതാ ഇതുപോലെ നല്ലോണം വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ വേവിച്ചെടുത്താൽ കറി ഒരുപാട് പരിപ്പ് വെന്ത് പോകാതെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഗ്യാസ് അടുപ്പിൽ ഒരു ചട്ടി വെച്ച് കൊടുക്കാം. അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് ആദ്യം ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് അത് മൂപ്പിച്ചെടുക്കണം. ആ ഉള്ളിയുടെയും ആ വെളുത്തുള്ളിയുടെയും പച്ച സ്മെല്ല് പോകുന്നത് വരെ നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കറിവേപ്പിലയും അതുപോലെ വറ്റൽമുളകും ചേർത്ത് നന്നായിട്ട് നമുക്ക് അത് വീണ്ടും മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു 1/4 സ്പൂൺ മുളക് പൊടി, അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താലും മതി. അത് ചേർത്തിട്ട് ഒത്തിരി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ പരിപ്പ് വേവിച്ച് വെച്ചത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പരിപ്പ് കറിയാണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ പരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അധികം എരിവില്ലാതെയാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമുള്ളതാണ് പരിപ്പ് കറി. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ചോറിനും ചപ്പാത്തിക്കും അതുപോലെ തന്നെ ഇടിയപ്പത്തിന്, അത് ബ്രേക്ക്ഫാസ്റ്റിന് എന്തിനാണെങ്കിലും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പമാണല്ലോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.